തിരുവനന്തപുരം വെള്ളറടയിൽ സ്ഥാപന ഉടമയ്ക്ക് തൊഴിലാളി യൂണിയൻ പ്രവർത്തകരുടെ മർദ്ദനം. നോക്കുകൂലി നൽകാത്തതിനായിരുന്നു മർദ്ദനം. സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. വെള്ളറട അരിവാട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന നെറ്റ് വേലി സ്ഥാപനത്തിലായിരുന്നു യൂണിയൻകാരുടെ അഴിഞ്ഞാട്ടം. സ്ഥാപനത്തിൽ ലോറിയിലെത്തിച്ച നെറ്റ് കമ്പി ഇറക്കുന്നതിനിടയിലാണ് യൂണിയൻ സംഘം കൂട്ടത്തോടെ എത്തിയത്. CITU, INTUC, BMS പ്രവർത്തകർ ചേർന്നാണ് സുനിൽകുമാറിനെ മർദ്ദിച്ചത്. 30 ലക്ഷത്തിലധികം രൂപ വായ്പയെടുത്ത് ആരംഭിച്ച സ്ഥാപനത്തിൽ ഇറക്കുകൂലിക്ക് പുറമെ കയറ്റുകൂലിയും യൂണിയൻകാർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് ഓണപ്പടിയായി 25,000 രൂപ ആവശ്യപ്പെട്ടിരുന്നു. തുക നൽകാത്തത് പലപ്പോഴും വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും എത്തിയിരുന്നു. ഇതേ തുടർന്ന് നോക്കുകൂലി നൽകാത്തതിന് സംഘം ചേർന്നുള്ള ആക്രമണം. ഒരു ലോഡ് കമ്പി ഫുള്ള് ഇറക്കിയപ്പോഴാണ് ഇവർക്ക് അന്ന് ബുദ്ധിമുട്ടായി. അത് ഓണത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പോഴും വന്നാണ് ചോദിച്ചത് ഒരു 25,000 രൂപ വേണം, എങ്കിൽ ഇനി നമ്മൾ ഒരു വർഷത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ 25,000 ഒന്നും തരാം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഭയങ്കര കടത്തിലാണ്, അതുകൊണ്ട് ദയവേത് ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല, അതൊന്നും പറ്റില്ല, നിങ്ങൾ അല്ലെങ്കിൽ ഇനി തൊട്ട് നമ്മൾ തന്നെ ചെയ്യും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണി മുഴക്കാറുണ്ട്. അങ്ങനെയാണ് ഇന്നലെ വന്ന ലോഡ് വന്ന് വേറെ ഒന്നും ചോദിച്ചില്ല അവർ, പക്ഷെ ഇഷ്ടംപോലെ തെറി വിളിച്ചു. പെട്ടെന്നാണ് മർദ്ദനം ഏറ്റത്. 3 യൂണിയനുകളിൽ നിന്നായി 15ലധികം പ്രവർത്തകർ സംഘടിച്ചെത്തി സുനിൽകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. സുനിൽകുമാറിന്റെ കണ്ണിനും നെഞ്ചിലും കൈക്കും പരിക്കുണ്ട്. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത വിധം വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഓരോ ലോഡ് വരുമ്പോഴും മറഞ്ഞു നിന്നുകൊണ്ട് ലോഡെല്ലാം ഇറക്കിയതിന് ശേഷം വന്ന് കൂലി ആവശ്യപ്പെടുന്നു. അങ്ങനെ സ്ഥിരം. എന്നാലും സുനിൽകുമാർ ആ കൂലിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നലെ അവർ സംഘടിച്ചെത്തി പുള്ളിയെ പിടിച്ച് കോളറിൽ പിടിച്ച്, നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം, കടയ്ക്കകത്ത് നിൽക്കുന്ന സുനിൽകുമാറിനെ കോളറിൽ പിടിച്ച് തറയിലിട്ട് ചവിട്ടുന്ന രംഗം വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. യൂണിയൻ പ്രശ്നം സംസാരിക്കാൻ മാത്രമാണ് എത്തിയതെന്നും സുനിൽകുമാർ മർദ്ദിച്ചെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. സംഭവത്തിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ചിറയൻകീഴിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച ശേഷം സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. ആറ്റിങ്ങൽ ഭാഗത്തുനിന്നും ചിറയൻകീഴിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചിറയൻകീഴിന് സമീപം പാലക്കുന്നിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ 11ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു.